ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 സാമുവൽ 3-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഉത്തരം ഏലിയുടെ. 2. അക്കാലത്ത് ചുരുക്കമായി ലഭിച്ചിരുന്നതായി പറയുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ അരുളപ്പാട്. 3. അക്കാലത്ത് എന്താണ് വിരളമായിരുന്നത്? ഉത്തരം ദർശനങ്ങൾ. 5. ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയത് ആർക്ക്? ഉത്തരം ഏലിക്ക്. 1 സാമുവൽ 3:3 പ്രകാരം എന്ത് അണഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ മുമ്പിലെ ദീപം. 7. സാമുവൽ ദേവാലയത്തിൽ എവിടെയാണ് കിടന്നിരുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ. 8. ആദ്യ തവണ കർത്താവ് സാമുവലിനെ വിളിച്ചത് എപ്രകാരം? ഉത്തരം സാമുവൽ സാമുവൽ. 9. കർത്താവ് ആദ്യ തവണ വിളിച്ചപ്പോൾ സാമുവൽ വിളി കേട്ടത് എങ്ങനെ? ഉത്തരം ഞാൻ ഇതാ. 10. ഞാൻ ഇതാ എന്ന് വിളി കേട്ട സാമുവൽ ആരുടെ അടുത്തേക്ക് ഓടി? ഉത്തരം ഏലിയുടെ അടുത്തേക്ക്. 11. അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് ഏലിയോട് പറഞ്ഞപ്പോൾ ഏലി പറഞ്ഞതെന്ത്? ഉത്തരം ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. 12. കർത്താവ് സാമുവലിനെ 2-ാം പ്രാവശ്യം എത്ര തവണ വിളിച്ചു? ഉത്തരം 1 തവണ. 13. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചപ്പോൾ അവൻ എന്തു ചെയ്തു? ഉത്തരം എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ചെന്നു. 14. മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഏലി സാമുവലിനോട്. 15. 1 സാമുവൽ 3:7 പ്രകാരം 2 പ്രാവശ്യം വിളിച്ചിട്ടും കർത്താവാണ് വിളിച്ചതെന്ന് മനസ്സിലാകാതിരുന്നത് ആർക്ക്? ഉത്തരം സാമുവലിന്. 16. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവലിന് മനസ്സിലാകാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. 17. അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് 3-ാം അധ്യായത്തിൽ എത്ര തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു? ഉത്തരം 3 തവണ. 18. ഇനി നിന്നെ വിളിച്ചാൽ എന്തു പറയണമെന്നാണ് ഏലി സാമുവലിനോട് പറഞ്ഞത്? ഉത്തരം കർത്താവേ, അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. 19. 4-ാം പ്രാവശ്യം വിളിച്ചപ്പോൾ സാമുവൽ എന്താണ് പറഞ്ഞത്? ഉത്തരം അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. 20. ഒരു കാര്യം താൻ ആരോട് ചെയ്യാൻ പോവുകയാണ് എന്നാണ് കർത്താവ് സാമുവലിനോട് പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനത്തോട്. 21. ഇസ്രായേൽ ജനതയോട് കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ എന്തു സംഭവിക്കും? ഉത്തരം ഇരുചെവികളും തടിച്ചു പോകും. 22. ഏലിയുടെ കുടുംബത്തിനെതിരായി പറഞ്ഞിട്ടുള്ളതെല്ലാം ഞാൻ നിർവഹിക്കുമെന്ന് കർത്താവ് ആരോട് പറഞ്ഞു? ഉത്തരം സാമുവലിനോട്. 23. പൂരിപ്പിക്കുക. മക്കൾ ഡാഷ് പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു. ഉത്തരം ദൈവദൂഷണം. 24. പൂരിപ്പിക്കുക. ഡാഷ് പാപത്തിന് ബലികളും കാഴ്ചകളും
ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. ഉത്തരം: ഏലി കുടുംബത്തിൻ്റെ. 25. മക്കൾ ദൈവദൂഷണം പറയുന്നത് അറിഞ്ഞിട്ട് തടയാഞ്ഞത് ആര്? ഉത്തരം: ഏലി. 26. ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ല എന്ന് ശപഥം ചെയ്ത് പറഞ്ഞത് ആര്? ഉത്തരം: കർത്താവ്. 27. തനിക്കുണ്ടായ ദർശനം ആരോട് പറയാനാണ് സാമുവൽ ഭയപ്പെട്ടത്? ഉത്തരം: ഏലിയോട്. 28. 1 സാമുവൽ 3:16 പ്രകാരം മകനെ സാമുവൽ എന്ന് വിളിച്ചത് ആര്? ഉത്തരം: ഏലി. 29. അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത്? എന്നിൽ നിന്ന് മറച്ചുവെക്കരുത്. ഇങ്ങനെ പറഞ്ഞത് ആര്? ഉത്തരം: ഏലി. 30. അവിടുന്ന് പറഞ്ഞതിലെന്തെങ്കിലും മറച്ചുവെച്ചാൽ ദൈവം എപ്രകാരം നിന്നെ ശിക്ഷിക്കട്ടെ എന്നാണ് ഏലി പറഞ്ഞത്? ഉത്തരം: കഠിനമായി. 31. അത് കർത്താവാണ്. അവിടുത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. ഇത് ഏലി പറഞ്ഞത് എപ്പോൾ? ഉത്തരം: ഒന്നും മറച്ചുവെക്കാതെ സാമുവൽ എല്ലാം പറഞ്ഞത് കേട്ടപ്പോൾ. 32. 1 സാമുവൽ 3:19 പ്രകാരം സാമുവൽ വളർന്നു വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആര്? ഉത്തരം: കർത്താവ്. 33. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ആരുടെ? ഉത്തരം: സാമുവലിൻ്റെ. 34. ദാൻ മുതൽ ബേർശെബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞതെന്ത്? ഉത്തരം: സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായിത്തീർന്നിരിക്കുന്നു. 35. സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായിത്തീർന്നിരിക്കുന്നു എന്ന് അറിഞ്ഞത് ആര്? ഉത്തരം: ദാൻ മുതൽ ബേർശെബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ. 36. കർത്താവ് സാമുവലിന് ദർശനം നൽകിയതെവിടെ വെച്ച്? ഉത്തരം: ഷീലോയിൽ. 37. 1 സാമുവൽ 3:21 പ്രകാരം ഷീലോയിൽ വെച്ച് വീണ്ടും കർത്താവ് സാമുവലിനോട് എന്തു ചെയ്തു? ഉത്തരം: സംസാരിച്ച് തന്നെ വെളിപ്പെടുത്തി. 38. കർത്താവാണ് സാമുവലിനെ വിളിച്ചത് എന്ന് ഏലിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഉത്തരം: 3-ാം പ്രാവശ്യം. 39. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. അദ്ധ്യായവും വാക്യവും ഏത്? ഉത്തരം: 1 സാമുവൽ 3:19. 40. ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അത് കേൾക്കുന്നവൻ്റെ ഇരുചെവികളും തരിച്ചു പോകും. അദ്ധ്യായവും വാക്യവും ഏത്? ഉത്തരം: 1 സാമുവൽ 3:11.